IFPHന്റെ 2079 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി മാഡമാണ്. 41 വർഷത്തെ ചികിത്സാ പരിചയം, തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് നടത്തുന്ന വ്യക്തിത്വം, ഭാഗ്യലക്ഷ്മി ഡോക്ടറോടൊപ്പം എന്നുള്ള വിഷയമാണ് ഉള്ളത്. ഇതിലേക്കായി ഡോക്ടർ PS ഭാഗ്യലക്ഷ്മി മാഡത്തെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാഡത്തിന് ആരംഭിക്കാം. നന്ദി ഡോക്ടർ മറിയാമ്മ. കേൾക്കണുണ്ടല്ലോ? ഉണ്ട്, കേൾക്കുന്നുണ്ട്. ആദ്യമായി ഞാൻ ആക്കിയ എൻ്റെ ഗുരുക്കന്മാരോടും പിന്നെ നമ്മുടെ എല്ലാം പിതാവായ നമ്മുടെ ഹോമിയോപ്പതിയുടെ എല്ലാമായ ഡോക്ടർ ഹനിമാനും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ ഇന്നലെ ഇതേപോലെ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇരുന്നപ്പോഴാണ് ഡോക്ടർ ഗണേഷ് വിളിച്ചിട്ട് ഇന്ന് സൂമിൽ വരണം എന്നങ്ങ് പറഞ്ഞത്. എനിക്ക് വരാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് കയറിയതാണ്. ഞാനിപ്പം ഒട്ടും പ്രിപ്പയർഡ് അല്ല, എങ്കിലും എൻ്റെ ഡോക്ടർ പറഞ്ഞ് കയറി ഇരുന്നാൽ മതി, എല്ലാവരോടും ഒരു സംസാരിച്ചിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോഴേ എല്ലാ പ്രാവശ്യവും ഇതുപോലെ പറഞ്ഞെങ്കിലും ഞാൻ 1-2 കേസസ് ഒക്കെ പറഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത്. അപ്പൊ ഇപ്പോഴും ഞാൻ ഇന്ന് കേസൊക്കെ തപ്പാൻ ഒന്നും സമയം കിട്ടിയില്ല. തിങ്കളാഴ്ചയാണോ, രാവിലെ തിരക്കുമായിരുന്നു. എങ്കിലും ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു ബുക്ക് എൻ്റെ കണ്ണിൽ പെട്ടു. ഞാൻ ജസ്റ്റ് അതെടുത്ത് ഒന്ന് നോക്കി അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതുമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാം. ഞാൻ പെട്ടെന്ന് കണ്ടതും ബുക്ക് ബവൽ നോസോട്സിനെ പറ്റിയാണ്. എല്ലാവർക്കും അറിയാം, ഇവിടെ പലവട്ടം പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ ഞാൻ ജസ്റ്റ് എന്നാലും അതിനെ ഒന്ന് പറയട്ടെ. എല്ലാവരും അത് കേൾക്കണം. കേട്ടിട്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഓർമ്മ വന്നതും എനിക്ക് അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ബവൽ നോസോട്സ് ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ a group of remedies prepared from non-lactose fermenting bacteria found in the intestinal tract. അറിയാലോ എല്ലാവർക്കും. ബവൽസിൽ നമ്മളുള്ള നോൺ ലാക്ടോസ് ഫെർമെന്റിങ് ബാക്ടീരിയ ആണ്. അതിൽ നിന്ന് ഡോക്ടർ പാർട്ടേഴ്സനും കൂടെ കണ്ടുപിടിച്ചതാണ് ബവൽ നോസോട്സ്. ഹോമിയോപ്പതിക്കലി അതിന് വളരെ ഒരുപാട് കേസസിൽ ഞാൻ ഒരുപാടായിട്ട് യൂസ് ചെയ്യത്തില്ല, എങ്കിൽ പോലും ഇടയ്ക്കൊക്കെ നമുക്ക് നിന്ന് പോകുന്ന കേസസ് ചില കാര്യങ്ങൾക്ക് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതാണ് പിന്നെ ക്രോണിക് ഡിസീസ്. ദേ ആർ കൺസിഡേർഡ് useful in chronic diseases, especially when there is recurrent attack of illness. അടിക്കടി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിന് കൊള്ളാം. ഫെയിലിയർ ഓഫ് വെൽ സെലക്ടഡ് റെമഡീസ്, അത് നമ്മൾ പലപ്പോഴും നോസോട്സ് പറയുമല്ലോ. ട്യൂബർക്കുലിനൊക്കെ വെൽ സെലക്ടഡ് റെമഡീസ് പറ്റാതിരിക്കുന്ന സാഹചര്യം, അതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ഈ ബവൽ നോസോട്സ് ചില കേസസിൽ നല്ല ആക്ഷൻ കിട്ടും. പിന്നെ ഇൻഡസ്റ്റൈൻ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒരുമാതിരി നമ്മൾ ഇപ്പോഴും അലട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാകുക, ആ കണ്ടീഷനിലൊക്കെ നമുക്കത് കൊടുക്കാം. പിന്നെ സ്കിൻ ഡിസീസസിനും നമുക്ക് പല സോറിയാസിസ് കേസസിനും അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലും ഒക്കെ ഈ മെഡിസിൻ കൊടുക്കാം. റൊമാറ്റിക് കംപ്ലൈൻസിന് കൊടുക്കാം, അങ്ങനെ ആസ്മ കണ്ടീഷന് കൊടുക്കാം, ഡൈജസ്റ്റീവ് ഡിസ്റ്റർബൻസസിന് കൊടുക്കാം. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ക്രോണിക് ആയിട്ടുള്ള പല കണ്ടീഷനിലും നമുക്കിത് കൊടുക്കാം. അതുപോലെ തന്നെ മെയിനായിട്ട് അതിലുള്ള മെഡിസിൻസിന്റെ പേര് ഞാനൊന്ന് പറയാം. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞേക്കാം. മോർഗാൻ പ്യുവർ, മോർഗാൻ ഗാർണർ, അത് കഴിഞ്ഞിട്ട് പ്രോട്ടിയസ്, ന്യൂട്ടാബിൾ, ഗാർണർ, ഡിസെൻട്രിക്കോ, ബാസിലസ് 7, സൈക്കോട്ടിക്കോ, ഫേസാലിസ്. ഫീസസിൽ നിന്ന് എടുക്കുന്ന മെഡിസിനാണ് ഫേസാലിസ്. അല്ല, അങ്ങനെയല്ല, ഫീസാലിസ് എന്നാണ് അതിന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബേസിലസ് 10. അപ്പൊ ഇങ്ങനെയാണ് നോൺ ലാക്ടോസ്. ആരെങ്കിലും എഴുതുന്നുണ്ടോ? ഞാൻ പറഞ്ഞു പോയത് അല്ല, എഴുതുന്നുണ്ട്. എന്നാല് അതിനകത്തുള്ള ഒന്നുകൂടെ ഞാൻ പറഞ്ഞേക്കാം. മോർഗൻ പ്യൂർ ആൻഡ് മോർഗൻ ജി എന്ന് പറയുന്ന ഗർണർ,
പിന്നെ പ്രോട്ടിയസ്, മ്യൂട്ടാബിൾ, ഗർണർ എന്നും പറഞ്ഞ് വീണ്ടും മെഡിസിൻ ഉണ്ട്, ഡിസെൻട്രിക്കോ, സൈക്കോട്ടിക്കോ, ബാസിലസ് 7, ബാസിലസ് 10, ഫേസാലിസ്, ഇത്രയാണ് മെഡിസിൻസ് ഉള്ളത്. അതിൽ മെയിൻ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അത് ആക്ട്സ് ഡീപ്ലി ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്, ഓഫൺ പ്രിസ്ക്രൈബ്ഡ് വെൻ സിംറ്റംസ് പിക്ചർ ചേഞ്ചസ് ഫ്രീക്വൻലി. സിംറ്റംസ് എല്ലാം ഫ്രീക്വന്റ് ആയിട്ട് ചേഞ്ചസ് വരുന്ന കണ്ടീഷനിൽ നമുക്കത് കൊടുക്കാം. ഹെൽപ്ഫുൾ ഇൻ ബ്ലോക്ക്ഡ് കേസസ് വെയർ റെമഡി സ്റ്റോപ്പ് ആക്ടിങ്. സ്ട്രോങ് റിലേഷൻസ് വിത്ത് മയാസ. ഓക്കെ, എന്റെ പേര് ഓർത്ത് വെച്ചേക്കാൻ ഒരു ന്യൂമോണിക്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മൈ പ്രെറ്റി മദർ ഗിവ്സ് ഡെലിഷ്യസ് ബിസ്ക്കറ്റ്സ് സോ ഫ്രീക്വൻലി children nap. My pretty mother gives delicious biscuits so frequently children nap. അത് ഇങ്ങനെയാണ്. എമ്മില് മോർഗൻ, മൈയുടെ എമ്മില് മോർഗൻ, പി പ്രോട്ടിയസ്, എം മ്യൂട്ടബിൾ, ജി ഗാർണർ, ഡി ഡിസെൻട്രിക്കോ, ബി ബാസിലസ് 7, എസ് സൈക്കോട്ടിക്കോ, എഫ് ഫിസാലിസ്, സി കോളി മ്യൂട്ടാബിൾ, അത് വേറെ മെഡിസിൻ ആണ്, എൻ നമ്പർ 10, ബാസിലസ് നമ്പർ 10 ആണ്. ക്ലിനിക്കൽ യൂസസ് പറയാനാണെങ്കിൽ ക്രോണിക് സ്കിൻ ഡിസീസസ്, അലർജിക് ഡിസോർഡേഴ്സ്, bronchial asthma, migraine, IBS and chronic constipation, rheumatic complaints, and recurrent attack of infections. ഇതിന് കുറച്ച് സിംറ്റംസ്, അത്യാവശ്യമുള്ള കുറച്ച് സിംറ്റംസ് ഞാൻ ഓരോന്നിന്റെ പറയാം. മോർഗൻ പ്യൂറിനകത്താണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, ഫ്ലാറ്റുലൻസ്, സ്കിൻ ഇറപ്ഷൻസ് ഫ്രം ഇൻറ്റസ്റ്റൈനൽ ടോക്സീമിയ, വയറിന്റെ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന സ്കിൻ ഇറപ്ഷൻസിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് മോർഗൻ. അതുപോലെ അടുത്തത് പ്രോട്ടിയസ് റാപ്പിഡ്ലി ചേഞ്ചിങ് നെർവസ് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ്. Rapidly changing nervous and intestinal symptoms. Changeable IBS. Changeable IBS എന്ന് പറഞ്ഞാൽ ചിലപ്പോഴങ്ങ് കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ചിലപ്പോഴങ്ങ് ലൂസ് മോഷൻ ആയിരിക്കും. അതാണ് ചേഞ്ചബിൾ IBS. നെർവസ് ഇൻസ്റ്റബിലിറ്റി, എക്സ്പ്ലോസീവ് നെർവസ് ബവൽ സിംറ്റംസ്. Changeable IBS, nervous instability, explosive bowel symptoms. എപ്പോഴും ബവലിന്റെ സിംറ്റംസിനകത്ത് ഈ പ്രോട്ടീസ് വെച്ച് ഞാൻ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു പിന്നെ UTI കേസില്, അത് നമ്മുടെ പിന്നെ അതൊരു ഡോക്ടറുടെ ഭാര്യയായിരുന്നു. അവർക്ക് എന്ന് യൂറിനറി ഇൻഫെക്ഷൻ, അവർ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച പേഷ്യന്റ് ആയിരുന്നു. നമ്മുടെ അടുത്ത് വന്നപ്പോഴും നമ്മളും സിംറ്റമാറ്റിക് ആയിട്ട് ഒരുപാട് മെഡിസിൻസ് കൊടുത്തതാണ്, പക്ഷെ ഒന്നും മാറിയില്ല. പിന്നെ കൾച്ചർ ചെയ്തപ്പോൾ ഈ പ്രോട്ടിയസ് ആകണ്ടേ, ഞാൻ അതങ്ങ് 30 റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ അവരുടെ ആ പ്രോട്ടിയസ് എന്നുള്ള ഇത് മാറി. പിന്നെ അതിനുശേഷം അവർക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ അവർക്ക് തൂലിയും കൂടെ ഒക്കെ കൊടുത്ത് പിന്നെ അതിനുശേഷം വന്നില്ല. അവരിപ്പോഴും എൻ്റെ അടുത്ത് വരുന്നുണ്ട് വേറെ കംപ്ലൈൻസിലൊക്കെ ആയിട്ട്. അപ്പം എന്തോ 30 ആണോ? 30 അബ്ഡൻസി കൊടുത്ത് 30 റിപ്പീറ്റഡ് ആയിട്ട് 1-2 ആഴ്ചയും കൊടുത്തു, 3 നേരം വെച്ച്. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ്ലി മാറിയിരുന്നു. പിന്നെ മ്യൂട്ടാബിൾസ് എന്ന് പറയുന്ന മരുന്ന് എനിക്ക് വളരെയധികം എഫക്റ്റീവായിട്ട്
കിട്ടിയിട്ടുള്ളത്. നമുക്ക് അത് പിന്നെ സ്കിൻ സിംറ്റംസ് ആൾട്ടർനേറ്റിംഗ് വിത്ത് ആസ്മാറ്റിക് കണ്ടീഷൻ. നമുക്ക് മിക്കവാറും പേഷ്യൻസിനെ കിട്ടുന്നതാണല്ലോ. സ്കിൻ കംപ്ലൈൻസ് കുറയുമ്പോൾ ഇത് വരും, ശ്വാസം മുട്ടൽ വരും. ശ്വാസം മുട്ടൽ കുറഞ്ഞാൽ സ്കിന്നിന് വരും. അത് മാറാതെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റർകറന്റ് ആയിട്ട് ഈ റെമഡിയോടെ കൊടുക്കാമെങ്കിൽ നന്നായിട്ട് എനിക്ക് ഒരുപാട് കേസസ് ഞാനത് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ പട്ടേൽ സാറിൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാണ്. സാറിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ഇതുപോലെ ഏതോ ഒരു കേസിനെ പറ്റി പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് ഇത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ ഈ മെഡിസിൻ മിക്കവാറും നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേഷനുള്ള ഹോമിയോപ്പത്തിക് മെഡിസിൻ പൾസാറ്റിലെയാണ്. പിന്നെ ഗാർട്ട്നർ എന്ന് പറയുന്ന മരുന്ന് എല്ലാം ബവൽ സിംറ്റത്തിലേക്ക് വരുന്നതാണ്. പക്ഷേ എങ്കിലും കൂടുതൽ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ക്രേവ്സ് ഓട്സ്. പേഷ്യൻസ് കൂടുതൽ ഓട്സിനോട് താല്പര്യമുള്ള, അതും വെച്ച് ഞാൻ ഒരിക്കൽ ഒരു കേസ് പിന്നെ ഒരു വോമിറ്റിംഗ് കേസ്. പേഷ്യന്റ് വളരെ വോമിറ്റിംഗ് ആണ്. എന്ത് കഴിച്ചാലും അവർക്ക് വോമിറ്റിംഗ് വരും. ഒരു 3-4 ദിവസം കൂടുമ്പോൾ അവർ കൊണ്ടുപോയി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ട്രിപ്പ് കൊടുക്കുകയും അവരെന്തെങ്കിലും മറ്റേ ഡോംസ്റ്റാൾ അങ്ങനത്തെ ഉള്ള മരുന്നൊക്കെ കൊടുക്കുമ്പോൾ 2 ദിവസം മാറി നിൽക്കും. 3ന്റെ അന്ന് വീണ്ടും വോമിറ്റിംഗ് തുടങ്ങും. 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പിന്നെ ഡീഹൈഡ്രേഷൻ ആവും. അങ്ങനെ പോയി പിന്നെ ട്രിപ്പ് ഇടും, മരുന്ന് കഴിച്ചു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അത് ഏതാണ്ട് ഒരു 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടി. നമ്മളെ മൈൻഡൊക്കെ ഞാൻ ഒത്തിരി ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ഞാൻ ഈ മെഡിസിനാണ് അപ്പൊ എന്നെ ചോദിച്ചു വന്നപ്പോൾ കിട്ടിയ ഒരു സിംറ്റമാണ് ക്രേവിംഗ് ഫോർ ഓട്സ്. എന്തെങ്കിലും ശബ്ദിക്കാതിരിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതേ ഉള്ളൂ, കഴിക്കാനും ഇഷ്ടമുള്ളത് അതേ ഉള്ളൂ. അതിനകത്ത് ഞാൻ ഈ ഗ്രാറ്റ്നറാണ് കൊടുത്തത്. ഗ്രാറ്റ്നർ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ ആശ്വാസം കിട്ടി. അതും കഴിഞ്ഞ് ഞാനത് അതിന്റെ റിലേഷൻഷിപ്പായിട്ട് ഫോസ്ഫറസും സൈലീഷ്യം ഒക്കെ വരും. ഞാൻ അപ്പം അതിനകത്ത് പിന്നെ കൊടുത്ത ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിലും കൊണ്ട് ആ കുട്ടിയുടെ വോമിറ്റിങ് നന്നായിട്ട് മാറിക്കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ള മെഡിസിൻ ബാസിലസ് നമ്പർ 7. അത് നമുക്ക് എപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ ഉണ്ടാവേണ്ട വേറെ ഒരു മരുന്ന് വാങ്ങിച്ചില്ലെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കണം. ക്ഷീണം പറഞ്ഞു വരുന്ന പേഷ്യൻസിന് വീക്ക്നെസ് അതിനൊരു ഭയങ്കര ഇതായിട്ടുണ്ട്. പിന്നെ റുമാറ്റിക് പെയിന്, പിന്നെ നമുക്കിപ്പോൾ വരുന്ന ഫൈബ്രോമയാൾജിയ കേസസിലൊക്കെ നമുക്ക് ഈ മെഡിസിൻ കൊടുക്കാം. നമുക്ക് കയ്യിൽ സൂക്ഷിക്കാൻ പറഞ്ഞാൽ മതി. എത്ര ക്ഷീണം വേണം, ഒരിച്ചിരി ജോലി ചെയ്താൽ ഉടനെ ക്ഷീണം എടുക്കും എന്നൊക്കെ പറഞ്ഞു വരുന്ന കേസിൽ ഞാനിത് കൊടുക്കാം. അവരുടെ ലോ വൈറ്റാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ മെഡിസിൻ കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ മെഡിസിന്റെ അകത്തെ പ്രത്യേകത സ്കിൻ കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് ബബൽ ഡിസോർഡർ. മറ്റേ മെറ്റാബോളിസിനകത്താണ് സ്കിൻ കണ്ടീഷൻ അസോസിയേറ്റഡ് വിത്ത് ആസ്മ. ഇതില് പിന്നെ ബബൽ ഡിസോർഡറും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് വരും. പക്ഷെ അതുപോലെ തന്നെ തൈറോയിഡ് കേസസിൽ നമ്മൾക്ക് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റെമഡി ആയിട്ട് തൈറോയിഡൈറ്റിസ് വരുന്ന കണ്ടീഷനിൽ ഒരുപാട് വീക്ക്നെസ് കാര്യങ്ങളൊക്കെ പറയുന്ന പേഷ്യൻസിന് നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആക്ഷൻ കിട്ടും. മെഡിസിൻ അതിനൊക്കെ നമ്മൾ പിന്നെ തൈറോയിഡിന്റെ മെഡിസിൻസും കോൺസ്റ്റിറ്റ്യൂഷനായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം ഈ മരുന്ന് കൂടെ കൊടുക്കുകയാണെങ്കിൽ പേഷ്യൻസിന് ഒരു വെൽബീയിങ് കിട്ടാൻ ഈ മരുന്ന് നല്ലപോലെ യൂസ് ചെയ്യും. പിന്നെ അടുത്തത് ഇതിന്റെ റിലേഷൻ പറയുന്ന അയഡവും കാലിക്കാർബുമാണ്. പിന്നത്തെ മെഡിസിൻ ബാസിലസ് നമ്പർ 10. അത് കൂടുതലും നെയ്സൽ കട്രാറ, സൈനസൈറ്റിസ്, ക്രോണിക് കോൾഡ് അങ്ങനെയൊക്കെ. ഇത് അതിനോടൊപ്പം ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസും വന്നു കഴിയുമ്പോഴാണ് ബാസിലസ് നമ്പർ 10. ഞാൻ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല, എങ്കിലും നല്ലതാണ്. പിന്നെ ഒരു മെഡിസിൻ ഡിസെൻട്രിക്കോ, ക്രോണിക് ഇൻഡസ്റ്റൈൻ ഇൻഫെക്ഷൻസും പോസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് IBS, കൊളൈറ്റിസ് അങ്ങനെ ഉള്ള ഈ ഗ്യാസ്ട്രിക് കംപ്ലൈൻസിന് ഒരുപാട് നമുക്ക് ഇത് കൊടുത്ത് ശരിയാക്കാം. മിക്സഡ് ടോക്സിക് ആൻഡ് ഇൻഫ്ലമേറ്ററി ബവൽ കണ്ടീഷൻസിന്
മ്യൂക്കസ് കൊളൈറ്റിസ്, ടെനസ്മസ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിന് ഈ ബാസിലസ് നമ്പർ 10 വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ അതിന്റെ റിലേഷൻഷിപ്പ് ഉള്ള മെഡിസിൻ ആഴ്സാൽബാണ്. പിന്നെ സൈക്കോട്ടിക്കോ, ക്രോണിക് കറ്റാറ, എല്ലാ പിന്നെ ഗ്യാസ്ട്രൈറ്റിസ്, പ്രോസ്റ്റേറ്റ് ഇറിറ്റേഷൻ, പെൽവിക് കറ്റാറ വിത്ത് ലുക്കോറിയ, റൊമാറ്റിക് പെയിൻ, സ്റ്റിഫ്നെസ് ഓഫ് ജോയിന്റ്സ്, ഫൈബ്രോസ് ടിഷ്യൂസിനെല്ലാം ഇൻഫ്ലമേഷൻ വരുന്ന കണ്ടീഷൻ, ഗേഷ്യസ് ഡിസ്നിയ, ഗേഷ്യസ് ഡിസ്പെപ്സിയ, ഗേഷ്യസ് ഡിസ്പെപ്സിയ, അതും അതിന്റെ റിലേഷൻ വരുന്ന തൂജ, അതായത് സൈക്കോട്ടിക് കണ്ടീഷൻസിലാണ് കൂടുതൽ അതായത് വരുന്നത്. ക്രോണിക് ആയിട്ടുള്ള കറ്റാറൽ കണ്ടീഷൻസ് അതെല്ലാം പെൽവിക് ഏരിയാസിലും എല്ലാം വരുന്നത്. പ്രോസ്റ്റേറ്റ് ഇറിറ്റേഷൻ, പ്രോസ്റ്റേറ്റൈറ്റിസും അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിനെല്ലാം നമുക്ക് ഈ മെഡിസിൻ യൂസ് ചെയ്യാം. സൈക്കോട്ടിക്കോ, അതിന്റെ പേര് തന്നെ സൈക്കോട്ടിക്കോ എന്നാണ്. അതുകൊണ്ട് സൈക്കോസിസ്, നമ്മുടെ മയാസം സൈക്കോസിന് ഉള്ള ടൈപ്പിലുള്ള എല്ലാ കണ്ടീഷൻസിനും നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് ഫീക്കാലിസിന് പിന്നെ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഓർ ഇറഗുലർ ഒഫൻസീവ് ബബിൾസ് ആൻഡ് ഫ്ലാറ്റസ്. ഭയങ്കര ഒഫൻസീവ് സ്റ്റൂൾ ആൻഡ് ഫ്ലാറ്റസ്, സ്ലഗിഷ് ഡൈജഷൻ, ഡിസ്പെപ്സിയ ആഫ്റ്റർ ഈറ്റിംഗ്. ഒരുപാട് വേറെ ഇതിന്റെ ഒത്തിരി കണ്ടീഷൻസ് ഉണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്, കീനോട്ട് സിംറ്റംസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ റിലേഷൻ ആയിട്ട് വരുന്നത് സെപ്റ്റിയാണ്. ഇത്രയൊക്കെയാണ് ഈ ബബൽ നോസോണിന്റെ മെയിൻ മെഡിസിൻസും അതിന്റെ മെയിൻ സിംറ്റംസും. ഞാൻ ഇതില് ഈ പറഞ്ഞ കേസസ് ഒക്കെ ഞാൻ ഇന്ന് ഇത് പണ്ട് കൊടുത്തത് ഓർമ്മ വെച്ചാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഇനി ഇത്രയും മാത്രമേ എനിക്ക് അത് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ഇനി നമുക്ക് ചർച്ചയാവാം. ഡോക്ടർ ധനേഷ് ഉണ്ടല്ലോ, എന്നെ പിടിച്ചിരുത്തിയതാ, സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇത്രയും കാര്യം ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന പറഞ്ഞു തന്നു. ഇനി എന്താ വല്ലതും ചോദിച്ചാൽ അറിയാവുന്നതൊക്കെ പറഞ്ഞു തരാം, നമുക്ക് ചർച്ച ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവസരം കൊടുക്കാം. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയൊരു കേസ് എന്ന് ഡോക്ടർ, പറഞ്ഞിട്ട് ഈ ഇതുപോലുള്ള കേസുകൾ വരുമ്പോഴേ ഈ ഇതുപോലുള്ള മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഡോക്ടറെ കൊടുത്തോണ്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ പിന്നീട് ആവർത്തിക്കാറുണ്ടോ, അതോ ഇതിൽ തന്നെ കൺക്ലൂഡ് ചെയ്യുമോ? ഇടയ്ക്ക് തൂജ കൊടുത്തതുപോലെ. ഇല്ല, അത് കൊടുക്കാറുണ്ട്. ഇത് കൊടുത്തുന്നതിന് നമ്മളിപ്പം കൊടുത്തോണ്ടിരിക്കുന്ന മെഡിസിൻസില് വരുമ്പോ ഒരു ബ്രേക്ക് വരും. ചിലപ്പം വെൽ സെലക്ടഡ് റെമഡീസ് ഫെയിൽസ് ടു റിമൂവ് എന്ന് പറയുന്ന ആ കണ്ടീഷൻസ് വരുമ്പോഴാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. ഇത് കൊടുത്താൽ ഇതിന്റെ ഹയർ പൊട്ടൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ പൊട്ടൻസി ഒരു ഡോസ് മരുന്ന് വണ്ണമൊക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിന്റെ ഫോളോ ചെയ്യുന്ന ഇപ്പൊ മെഡിസിൻ മറ്റേ ഞാൻ ഇതിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, മെഡിസിൻ ഫോസ്ഫറസ്, ഈ ഓട്സ് ഛർദിൽ വരുന്നെന്ന് പറഞ്ഞേ, ഇത് കൊടുത്ത് ഈ മെഡിസിൻ പിന്നെ കൊണ്ട് നമുക്ക് ആ ഛർദിൽ തീർന്നു കഴിഞ്ഞപ്പോ അതിനെ പിന്നെ ഫോളോ ചെയ്ത് ഫോസ്ഫറസ് കൂടെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ കുട്ടി ഫോസ്ഫറസ് കോൺസ്റ്റിറ്റ്യൂഷനും ആയിരുന്നു. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോസ്ഫറസ് വണ്ണം ഒരു ഡോസ് കൊടുത്തു, അങ്ങനെ നിർത്തി. അത് കഴിഞ്ഞ ഒരു ഡോസ് തൂജയും കൊടുത്തു. അതോടുകൂടി ആ കുട്ടിക്ക് പിന്നെ സുഖം വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും കൊടുക്കാറുണ്ട്. ഇതിന്റെ 13,201 അങ്ങനെ പൊട്ടൻസി ഉണ്ടല്ലേ? കിട്ടും. എന്നാൽ ചിലപ്പോഴൊക്കെ ഹയർ പൊട്ടൻസി കിട്ടാൻ പാടാ. 13,200 ഒക്കെ കിട്ടും പണ്ടോട്ടെ. അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ആസ്മ, സ്കിൻ ഡിസീസ്, പിന്നെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വരുന്ന കേസസില് ഈ മെറ്റാബിൾസ് അത് ഞാൻ 30 കൊടുത്തിട്ടുള്ളത്. 30 കൊടുത്തിട്ട് പിന്നെ അതിന്റെ ബാക്കി വരുന്നത് നമുക്ക് എന്താണോ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡി വരുന്നത് അത് കൊടുക്കുക.
സ്കിന്നാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ സ്കിന്നിൽ ഇത് തമ്മിൽ കിടക്കുന്ന ഈ അലർജിക് ഡെർമറ്റൈറ്റിസും അലർജിക് ആസ്മയും കൂടെ എപ്പോഴും കണക്റ്റഡ് ആയിരിക്കുമല്ലോ, മിക്കവാറും പലപ്പോഴും. അപ്പൊ അത് നോക്കിയിട്ട് ആദ്യം നമ്മൾ വൈറ്റൽ ഓർഗൻസിൽ അത് കുറയ്ക്കാൻ തന്നെ നോക്കും. സ്കിന്നിൽ ഇച്ചിരി വന്നാലും കിടന്നോട്ടെ, പിന്നെ എടുക്കാൻ നമുക്ക് അങ്ങനെ പറഞ്ഞ് സ്കിന്നിലേക്ക് വരുത്തിച്ചിട്ട് ജസ്റ്റ് കംപ്ലൈൻസ് എല്ലാം കുറച്ചതിന് ശേഷം പിന്നെ സ്കിന്നിനുള്ളത് കൊടുത്ത് അങ്ങ് ഇതാക്കും. അപ്പോഴേ ഇത് രണ്ടും പിന്നെ മാറി വരുമ്പോഴാണ് നമ്മൾ ഇടയ്ക്ക് ഇതിനെ കയറ്റുന്നത്. കഴിയുമ്പോഴത്തേക്ക് അത് മാറി കിട്ടും. സ്കിന്നിൽ കിടക്കുവാണെങ്കിൽ പിന്നെ നോക്കിയിട്ട് സ്കിന്നിൻ്റെത് എന്താണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യും. അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നു ധനേഷ് ഡോക്ടർ ചോദിച്ചത് നമ്മൾ മറ്റു മെഡിസിനും കൂടെ ഇതിനോടൊപ്പം നമ്മുടെ കൂടെ കൊടുക്കുമെന്നാണ്. കൊടുക്കാം. അത് പക്ഷെ ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് മാത്രമേ കൊടുക്കുള്ളൂ. അതാണ് ചോദിച്ചത് തോന്നുന്നു. ഇത് കൊടുക്കുന്ന സമയത്ത് ഇത് മാത്രമേ കൊടുക്കുള്ളൂ. എന്നിട്ട് ഇത് നിർത്തിയിട്ടാണ് പിന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് മറ്റേത് കൊടുക്കുന്നത്. ഇപ്പൊ മനസ്സിലായി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇതെല്ലെങ്കിലും എന്തെങ്കിലും കേസ് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. അതെ, ഇതിൽ പഠിച്ചോണ്ടിരിക്കണ്ട. എനിക്ക് അറിഞ്ഞൂടാ. വേണ്ടി മാഡം അത് പറഞ്ഞു തന്നു. എന്തെങ്കിലും കേസ് ചോദിക്കാനുണ്ടെങ്കിലും ചോദിക്കാം. ആ സമയത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ മാഡം. പിന്നെ എനിക്കൊരു കേസ്, ഒരു കണ്ടക്ടറാണ്. വെള്ളം കുടിക്കുന്നത് കുറവാണ്, പക്ഷെ എങ്കിലും ആദ്യമൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ വന്നു, പ്ലെന്റി ഉണ്ടായിരുന്നു. പ്ലെന്റി എന്നുള്ളതിൽ കോളയാണ് കാണിക്കുന്നതും. പക്ഷെ ഞാൻ ആദ്യ സ്റ്റേജിൽ കൊടുത്തത് ഇത് ഉവാർസിയും ലൈക്കപ്പൊടിയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഭയങ്കര ബേണിങ് പറഞ്ഞു വന്നപ്പോൾ കാന്താരിസ് കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം ഇത് കുറച്ച് കുറഞ്ഞെങ്കിലും, ഇന്ന് കുറഞ്ഞെങ്കിൽ അടുത്ത ആഴ്ച കൂടും, പിന്നെയും കുറഞ്ഞ് പിന്നെയും കൂടും. അങ്ങനെ ഇപ്പം നമുക്കൊരു മാസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കുറയുന്നില്ല ആ കേസ്. ഇപ്പൊ വന്നപ്പോഴത്തെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിയുമ്പം അങ്ങ് ഭയങ്കരമായിട്ട് വയറൊക്കെ വീർക്കുന്ന പോലുള്ള തോന്നല്, ശരീരം മുഴുവൻ ഒന്ന് വീർത്ത പോലൊരു തോന്നൽ എന്നൊക്കെയാണ് ഇപ്പൊ വന്നപ്പം പറഞ്ഞിരിക്കുന്നത്. ടിഞ്ചറൊന്നും ഞാൻ ഇപ്പം കൊടുക്കുന്നില്ല. അവർക്ക് BP ഉണ്ട്, ചെറുതായിട്ട് തൈറോയിഡ് സിസ്റ്റം ഉണ്ട്. അപ്പൊ ലൈക്കോപ്പസി ഞാനൊന്ന് പുതുതായിട്ട് കൊടുത്തു. ലൈക്കോപ്പൊടി കൊടുക്കാനുണ്ട്. ലൈക്കോപ്പസ് അല്ല, ഞാൻ ഇന്നലെ ലൈക്കോപ്പൊടി കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇത് ഒരു ദിവസം ഒരാഴ്ച നോക്കുമ്പോൾ കുറവ്, പിറ്റേ ആഴ്ച നോക്കുമ്പോൾ വീണ്ടും കൂടുതൽ. ഇനി അവരുടെ വെള്ളം കുടിയുടെ പ്രോബ്ലം ആണോ? വെള്ളംകുടിയുടെ കുറവ് കാണും. പക്ഷെ ഈ കോളിബാസിൽ ആണെന്നുണ്ടെങ്കിൽ ഈ കോളയും കൂടെ കൊടുക്കാത്തതിന്റെ ഡോക്ടർ. ശരിയാ, ഈ കോള എന്തെങ്കിലും ഉണ്ടായിരുന്നു, കൊടുത്തില്ലെന്ന് തോന്നുന്നു. ഈ കോള അല്ലേ കോളിബാസിലിനും ഈ രണ്ട് മരുന്ന് രണ്ടൊന്ന് തന്നെ രണ്ടുപേരിൽ അറിയുന്നുള്ളതേ ഉള്ളൂ. മാഡം എനിക്ക് തെറ്റിപ്പോയി. ഈ കോളയല്ല, ക്ലബ്സിലെ ക്ലബ്സെല്ല അല്ല. ക്ലബ്സെല്ലയാണ്. അപ്പൊ മാഡം ഒരിക്കലും പറഞ്ഞ സ്പോഞ്ചിയ ടിഞ്ചർ നല്ലതാന്ന്. ടിഞ്ചർ നല്ലതാ, ക്ലബ്സെല്ല 30 നല്ലതാ. അപ്പൊ ക്ലബ്സ് ഞാൻ സ്പോഞ്ചിയ ടിഞ്ചറാണ് കൊടുത്തത്. സ്പോഞ്ചിയ ടിഞ്ചർ നല്ലതാ. എന്റെ കൂട്ടത്തിൽ അങ്ങനെ ഇതുണ്ടെങ്കിൽ നമ്മൾ ടിഞ്ചർ റെഗുലർ ആയിട്ട് കുടിക്കാൻ കൊടുക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ടേക്കാൻ പറയും. പക്ഷെ അത് വന്നിട്ട് കുറഞ്ഞിട്ട് വീണ്ടും പിന്നെ കൂടി വന്നു. അത് അത് പോരാ, ബാക്ടീരിയ കൊല്ലാൻ നമ്മൾ ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കണം. അത് കംപ്ലീറ്റ് എലിമിനേറ്റ് ചെയ്ത് പോകണ്ടേ. നമ്മൾ ആ കൂടുതൽ ഇതായിട്ടിരിക്കുന്നതിന് നമ്മൾ വിടുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ക്ലബ്സെല്ല 30 കൊടുക്കാം. അതിനോടൊപ്പം ആ പേഷ്യന്റ് ആരാണെന്ന് കണ്ടുപിടിക്കണം. പേഷ്യന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് ആ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും കൂടെ കൊടുത്താലല്ലേ അത് മാറി കിട്ടുള്ളൂ. അപ്പൊ അത് നോക്കിയിട്ട് ഒന്നെങ്കിൽ ലൈക്കോപോഡിയാണോ ആ പേഷ്യന്റ്, അല്ലെ ആൽസാൽബാണോ അല്ലെങ്കിൽ തൂജയാണോ, അത് നോക്കിയിട്ട് നമ്മൾ അതിന്റെ ഒരു ഹെർപ്പട്ടൻസിയും കൂടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിന് പിന്നെ ബാക്കി എലിമിനേറ്റ് ചെയ്ത് പോകാനാണ് ബാക്കി ഈ സംഭവങ്ങളൊക്കെ. പിന്നെ വരാതിരിക്കാനായിട്ട് ക്ലബ്സെല്ല 30 കൊടുത്തിരുന്നാൽ മതി. ലൈക്കപ്പൊടിയും ഞാൻ 200 കൊടുത്തത്. അത് ലൈക്കോപോഡിയം പേഷ്യന്റ് ആണോ? അത് അവരുടെ ബാക്കി ഈ ഒരു ഒറ്റ സിംറ്റംസ് നമുക്ക് പിടിച്ചെടുക്കാൻ ഒക്കില്ലല്ലോ. പേഷ്യന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അതല്ലെന്ന് തോന്നുന്നു. അതെ. അതപ്പൊ നമ്മൾ അതിലോട്ട് പോകണം. ഇങ്ങനെയൊക്കെയുള്ള കേസാണ് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ഇറങ്ങേണ്ടത്. അപ്പൊ അതിലോട്ട് പോയി പേഷ്യന്റ് ആരാണ്, എന്താണ്, ഏത് വരുന്നു, ജില്ലയാണോ ഹോട്ടാണോ, അതൊക്കെ പിടിക്കണം ഡോക്ടറെ. നമ്മൾ അങ്ങനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അവരോട് സിംറ്റംസ് ചോദിച്ചിട്ട്
വേണം നമുക്ക് മെഡിസിനിലോട്ട് എത്താൻ. ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം മരുന്നു എന്നൊക്കെ വെച്ച് ഗ്യാസ് ആണ് രജിസ്ട്രേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കൊക്കെ ഓടിയാം. അത് കൊടുത്താലും 200 ഒന്നോ 2 ഡോസിൽ അത് കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതല്ല പേഷ്യന്റ്. പിന്നെ അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഒന്നുകൂടെ ഡീപ്പായിട്ട് പേഷ്യന്റിനെ മനസ്സിലാക്കുക. എന്നിട്ട് അതൊരു വണ്ണമോ വല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡെന്നമായിരിക്കുക അങ്ങനെയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഈ ക്ലബ്സെല്ലയും മറ്റേ സംഭവങ്ങളൊക്കെ റൂസ്മോഞ്ചിയായോ വെറുവെറിസോ സൽസപ്പറിന്റെ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കൊടുത്ത് അതൊരു ബാക്ക്ഗ്രൗണ്ട് റെമഡി ആയിട്ട് ഇത് കൊടുക്കണം. പക്ഷെ മെയിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. താങ്ക് യു മാഡം. ആർക്കെങ്കിലും മാഡത്തിനോട് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ചാറ്റ് ബോക്സിലാണെങ്കിലും ചോദിക്കാം. കിട്ടിയ സമയം നഷ്ടപ്പെടുത്തരുത്. സമയം കളയാതെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഷൈല ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്തല്ലോ. ഞാനൊന്ന് കോഹോസ്റ്റ് ആക്കണേന്ന് പറയാൻ ഒരു രക്ഷയില്ല, എങ്ങനെ പറയും. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തത്. ഇടയ്ക്ക് കറണ്ട് പോയി ഔട്ടായിപ്പോയി. മാഡം, നമുക്ക് സ്പോണ്ടിലൈറ്റിസ് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം? സെർവൈക്കൽ സ്പോണ്ടിലൈറ്റിസ് കുറച്ച് തേയ്മാനം ഉണ്ട്, പിന്നെ കഴുത്തൊക്കെ തിരിക്കുമ്പം വെർട്ടിഗോയും ഉണ്ട്. ഈ പെടലി ഒരു സൈഡിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു തന്നെ ഇരിക്കും. അതൊന്നും നമ്മൾ കൊണ്ട് പറ്റുമോ? എക്സസൈസും ഇല്ല, ഫിസിയോതെറാപ്പി അത് അങ്ങനെ തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങ് തിരിഞ്ഞു പോയതല്ല. അങ്ങനെ തിരിക്കാൻ ബുദ്ധിമുട്ട് അല്ലേ? ഉം, ഉം. അപ്പൊ പക്ഷെ അവരുടെ സിംറ്റം ഒക്കെ എങ്ങനെയാ? സിംറ്റംസ് തല പെട്ടെന്ന് തിരിക്കുമ്പോ തലകറക്കമുണ്ട്. ടേണിംഗ് ഓർക്കാതെയൊക്കെ ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ അവര് പെട്ടെന്ന് ഇങ്ങനെ തല തിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെർട്ടിഗോ ഉണ്ട്. പിന്നെ തോള് കയ്യിലോട്ട് വേദന, പിന്നെ ഒരുപാട് സ്ട്രെസ്സുള്ള കക്ഷിയാണ് അവര്. മാനസികമായ സമ്മർദ്ദം ഉണ്ട് നന്നായിട്ട്. ഇപ്പൊ കുറെ വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോഴാണ് എൻ്റെ അടുത്ത് വന്നത് ഇങ്ങനെ. ഭാരമെല്ലാം തോളയിൽ ഇരിക്കുന്നവരാണല്ലേ? അതന്നെ, ഒരുപാട് ഭാരം തോളിലുണ്ടായിരുന്നു. അങ്ങനെ അപ്പോ അതിന് ഞാന് ഇപ്പൊ തൽക്കാലം പിന്നെ എന്തൊക്കെയാണ് കൊടുത്തത്, പിന്നെ കാൽക്കേരിയ ഫ്ലൂറും കൊണിയവും കൂടെ കൊടുത്തു. ട്രെയിനിങ് എന്ന് വെച്ചാൽ ട്രെയിൻ ചെയ്യുമ്പോഴുള്ള വെർട്ടിഗോയ്ക്ക് പണിയാൻ തന്നെ. പക്ഷെ നെക്സോമിക്ക് ടെന്നം നെക്സോമിക്ക് 10 കൊടുത്തിട്ടുണ്ട്. കാരണം ഹരികുമാർ ഡോക്ടർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നെക്സോമിക്ക 10 ഇതുപോലുള്ള സ്പോണ്ടിലൈറ്റിസിന് നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് നെക്സോമിക്ക 10 കൊണിയും ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മതിയോ? പിന്നെ നമുക്ക് അവർക്ക് അത്ര ഇതുണ്ടെങ്കില് അവരുടെ എക്സ്റേയോ അല്ലെങ്കിൽ MRI എടുക്കാൻ പറയാ. എക്സ്റേ എടുത്തു. വേറെ ഒത്തിരി എക്സ്റേ എടുത്തപ്പം ഈ സെർവിക്കൽ വെർട്ടിബ്രയില് 1-2 വെർട്ടിബ്രയ്ക്ക് ചെറിയൊരു തേയ്മാനമുണ്ട്. തേയ്മാനം മാത്രമല്ല, ബൾജുണ്ടോ? ബൾജില്ല. അപ്പോഴേ അവരോട് ഇതായിട്ട് ശരിക്കും അങ്ങനെ ടേൺ ചെയ്യുമ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഒരു കോളർ ഇടാൻ പറയും. അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കൂടെ കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ ഒന്ന് ശരിയാക്കുകയും എന്നിട്ട് ബാക്കി സമയം കോളർ ഇടുകയും ചെയ്തിട്ട് നമ്മുടെ നെക്സോമിക്ക. പിന്നെ നമുക്ക് നല്ലൊരു മരുന്നാണ് സിംസിഫ്യൂഗ, ആക്ടിയ റെസിമോസ. സിംസിഫ്യൂഗ നല്ലതാണ് അല്ലേ? നല്ലതാ. പൊട്ടൻസി ഇത് പൊട്ടൻസി 1 ml ഒക്കെ ഒരു ഡോസ് കൊടുക്കണം. അത് നോക്കിയിട്ട് അവര് അത് 1 ml. പിന്നെ പാരിസ് ക്വാഡ്രിഫോളിയ, അത് ശരിയാണല്ലോ, കയ്യിലോട്ട് തരിപ്പൊക്കെ വരുന്നതിനല്ലേ? പാരിസ് ക്വാഡ്രിഫോളിയ. പിന്നെ ലാക്നാന്തസ്. സിംറ്റമാറ്റിക് ആയിട്ട് അവരുടെ സിംറ്റംസ് ഒന്നും കൂടെ. പക്ഷെ അവര് ചില്ലിയാണ്. അല്ല, ഹോട്ടാണെങ്കിൽ പോലും അങ്ങനെ ഭയങ്കര ഹോട്ടല്ല, മീഡിയം ഇതാണെങ്കിലും ഫാൻ ഇട്ട അവർക്ക് കാല്
കാല് പുതയ്ക്കണം. അല്ല ശൈല, അതിന് നമ്മൾ അങ്ങനത്തെ സിംറ്റം പോകുന്നതിനേക്കാളും ഇതിന്റെ സിംറ്റം എങ്ങനെ എങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതൊന്നുകൂടെ നോക്കിയിട്ട് അതിനനുസരിച്ച് വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള മെഡിസിൻ അതുണ്ടല്ലോ, നമുക്ക് കഴുത്തിന് തന്നെ ആക്ഷനുള്ള അക്യൂട്ട് മാനേജ്മെന്റ് ആദ്യം ചെയ്തിട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളതിന് പോവാൻ. ഉം. അത് അവരുടെ ഈ ധരിക്കുമ്പോഴുള്ള പാരിസ് ക്വാഡ്രിഫോളിയ ടിഞ്ചർ ആണോ നല്ലത്, പൊട്ടൻസി ആണോ? അതല്ല, പൊട്ടൻസിയ 30 അല്ല 200 അങ്ങനെ. ആ, ഞാനത് പൊട്ടൻസിയ കൊടുക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാരണം നമ്മള് ഈ ഡിസ്പെൻസറികളിലൊക്കെ നമ്മൾ ഗവൺമെന്റ് സർവീസ് ഇരിക്കുമ്പോ എല്ലാം ടിഞ്ചർ, പാരിസ് ക്വാഡ്രിഫോളിയൊക്കെ ടിഞ്ചർ ഇഷ്ടം പോലെ വരും. അതാ ചോദിച്ചേ. ഇല്ല, ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ടീച്ചർ എൻ്റെ കയ്യിലില്ല. 30 ആണ്. ടീച്ചറുകൾ കുറച്ചായിരുന്നു. എന്നിട്ട് 630 അങ്ങനത്തെ 200 അങ്ങനെ 3x 630 അങ്ങനെ പോകും. പിന്നെ കുറവില്ലെങ്കിൽ പാരിസ് ക്വാഡ്രിഫോളിയും ലാക്കേനാന്തസും ഒക്കെ നോക്കാം. പിന്നെ പാരീസിലൊക്കെ ഒരുമാതിരിപ്പെട്ടവർക്ക് കുറയും. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഷീല ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ നമസ്കാരം. ഭാഗ്യലക്ഷ്മി മാഡം പറഞ്ഞില്ലേ ഈ നെക്കില് ബൾജിങ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലോ, ഡിസ്പ്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മെഡിസിൻസ് വല്ലതും ഉണ്ടോ ഡോക്ടറെ? ഇല്ല, അങ്ങനെ ഉണ്ടപ്പോ അത് സിംറ്റംസ് എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ പെയിൻ ആണ് ഭയങ്കരമായിട്ട് ലെഫ്റ്റ് സൈഡില്, നെക്കിലും ഉണ്ട് പ്രശ്നം. അപ്പൊ MRI ചെയ്തപ്പം അവര് പറഞ്ഞിരിക്കുന്നത് ഡീജനറേറ്റീവ് ചേഞ്ചസ് ഓഫ് C4, C5 ആൻഡ് 6, ഡിസ്ക് വിത്ത് മൈൽഡ് ഡിഫ്യൂസ് ഡിസ്ക് ബൾജ് കോസിംഗ് ഇൻഡന്റേഷൻ ഓഫ് വെൻട്രൽ തീക്കൽ സാക്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. ടയർ ഉണ്ടോ? കംപ്ലീറ്റ് ടയർ ഓഫ് ദ ഡിസ്റ്റൽ ടെൻഡൺ ഓഫ് സൂപ്രാസ്പൈനേറ്റസ് വിത്ത് പ്രോക്സിമ, റിട്രാക്ഷൻ ഓഫ് ദ ടോൺ എൻഡ് ഓഫ് ദ ലെവൽ ഓഫ് ഹ്യൂമറൽ ഹെഡ്. അത്രയും ഡീജനറേറ്റീവ് ചേഞ്ചസ് ഓൾറെഡി ഉണ്ട്. അതെ, അപ്പോഴത് വളരെ സൂക്ഷിക്കണ്ടേ. അപ്പോഴേ നമ്മളൊക്കെ ഇതിലോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അത് സിമുലേറ്റിംഗ് റെമഡീസിലൊക്കെ പോകേണ്ടി വരും. ഓറമെറ്റോ, പിന്നെ സിംഫൈറ്റ് 3x അങ്ങനെയൊക്കെയുള്ള ഇതിലേക്കൊക്കെ പോകേണ്ടി വരും. സിംഫൈറ്റ് 3x ആണോ കൊടുക്കേണ്ടത് നോക്കിയാലും? അതെ, ഈ ഇതിനൊക്കെ ഉള്ള പിന്നെ ഭയങ്കര ആങ്സൈറ്റി ആണ് പുള്ളിക്ക്. ഭയങ്കര ആങ്സൈറ്റി, ഡിസീസിനെ കുറിച്ച് ഭയങ്കര ആങ്സൈറ്റിയും, അത് ഭയങ്കര ഇതാണ് എപ്പോഴും. അങ്ങനെ ഒരു പറഞ്ഞ മൈൻഡ് നോക്കിയിട്ട് ശരിക്കാതോ അതുപോലെ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസിലേക്ക് പോകണം നമ്മൾ. ഇതിനെടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഇതുപോലൊക്കെയുള്ള ചെറിയ മെഡിസിൻസ് ഒക്കെ കൊടുക്കാൻ നോക്കുക. അവര് പിന്നെ ഒന്നുകൂടെയൊക്കെ കേസ് കേൾക്കുമ്പോ ഓറമറ്റ് വരുന്ന മയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. CA ബ്രസ്റ്റ് വന്ന കേസാണ് അത്. പക്ഷെ ലംബ് മാത്രം റിമൂവ് ചെയ്തു. പിന്നെ പ്രീവിയസ് ഹിസ്റ്ററക്ടമി ചെയ്തതാണ്. അങ്ങനെ കുറെ ഡിസീസ് അന്ന് തൊട്ടേ ഉണ്ട്. ഇങ്ങനെ ഓരോന്നുണ്ട് കുറച്ച്. എല്ലാം അലോപ്പതിയിലൊക്കെ പോയി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആകുമ്പോഴത്തേക്കാണ് എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞൊക്കെ വരുമ്പോഴാണ്. അപ്പൊ നമുക്ക് മരുന്ന് കൊടുത്തവരെ കുറച്ച് കൊണ്ടുവരുമ്പോ നമുക്കല്ലേ അതിന്റെ ക്രെഡിറ്റ്. കറക്റ്റായിട്ട് നോക്കി നമുക്ക് കുറെയൊക്കെ മരുന്ന് കൊടുത്തവര് ഇപ്പോഴത്തെ ഉള്ള അവസ്ഥകൾ, അവരുടെ മൈൻഡൊക്കെ വളരെ ആങ്സൈറ്റി, ഹെൽത്ത് അബൌട്ട് ഒക്കെ പറയുമ്പോഴേ നമ്മള് മറ്റേ ഫ്ലവർ റെമഡീസിലൊക്കെ ഉള്ള പേടിക്കുന്ന ആസ്പനും അതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മൈൻഡൊക്കെ ഒന്ന് കാമാകുമ്പോ തന്നെ കുറെ അസുഖം മാറിക്കിട്ടുന്നു. മാറിയെന്ന് പറയാം, അവർക്ക് സ്വസ്ഥതയാകുമല്ലോ. അതൊക്കെ ചെയ്തു കൊടുക്കാൻ. പിന്നെ ഇതൊക്കെ നമുക്കൊന്നും പിന്നെ ഭയങ്കര കൺസേൺ ആണ് ഓരോരുത്തരുടെ കാര്യവും. ഭയങ്കര അങ്ങനെയാണ് കേട്ടോ, ഭയങ്കര കൺസേൺ ആണ് ഓരോരുത്തരുടെ കാര്യത്തിലും. ഭയങ്കര ഇതും. ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരിക്കും ആ കോവിഡ് ടൈമിലൊക്കെ ശരിക്കും കോയിൻസ് വരെ കഴുകിയിട്ടേ ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പോഴും വെജിറ്റബിൾസ് ആയാലും എല്ലാം അങ്ങനെ വെള്ളത്തിലിട്ട് ഉപ്പിട്ട് കഴുകി അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത്. അത്രയ്ക്ക് പേടിയാണ് എല്ലാത്തിലും. ചെയ്താ കഴുത്തിന്റെ റെസ്റ്റ് ഇല്ലാതെ അത് അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് കേസ് എടുത്തിടണം. നന്നായിട്ട് കേസ് എടുത്ത് മൈൻഡിന് കൂടെ. വണ്ണമുള്ള ആളാണോ ഷീല ഡോക്ടർ? വണ്ണം ഉണ്ടോ? ഡയബറ്റിക് ആണ്. വണ്ണം അധികം ഇല്ല, ഒരുവിധം ആവറേജേ ഉള്ളൂ.
അത് തന്നെ അത് നമ്മളിപ്പോ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നല്ല. കേസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് എന്തായാലും സിംറ്റംസ് നമുക്കൊക്കെ കൊടുക്കാൻ പറ്റൂലേ ഡോക്ടറെ? എന്തോ ഞാൻ പക്ഷെ ഒരു ഡോസ് കാൽസിനോസിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫസ്റ്റില്. ഇപ്പൊ കുറവുണ്ടോ? അന്ന് പക്ഷെ ഈ കുറെ അലോപ്പതിയും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു. പക്ഷെ നമ്മുടെ മെഡിസിനത്തെ റെസ്റ്റോക്സ് ഒക്കെ നമ്മളുടെ ആ സിംറ്റം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചപ്പം കുറച്ച് വ്യത്യാസം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അല്ല അത് തന്നെ. അപ്പൊ നമ്മളെന്തായാലും കുറച്ച് വ്യത്യാസമുള്ളതാണെങ്കിൽ പോലും നമ്മളത് പോരാ അങ്ങനെ. അതെ, ഇതൊരു പാലിയേഷനേ ആവുന്നുള്ളൂ നമ്മൾ കൊടുക്കുന്നതും. അതെ, പാർഷ്യലി സിമിലറൊക്കെ ആവുന്നുള്ളൂ, അത് പോരാ. അത് വരുമ്പോ അങ്ങനെയുള്ള ഇതാകുന്നില്ല. ഇതൊക്കെ നന്നായിട്ട് നമ്മൾ കേസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പഠിച്ചാലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. റെപ്പർട്ടറൈസ് തന്നെ കൊടുക്കണമായിരിക്കും അല്ലേ? അതെ, റെപ്പർട്ടൈസ് തന്നെ ചെയ്ത് കൊടുക്കണം ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് അതിന് ഒരു മെഡിസിൻ കിട്ടും. ഇപ്പൊ നമുക്ക് അവരുടെ ഈ മൈൻഡ് എല്ലാം കൂടി ഇട്ടിട്ടേ നമ്മളിപ്പോ ഇങ്ങനെ ഓരോ സിംറ്റംസ് അവിടെ എവിടെയും പറഞ്ഞു കഴിഞ്ഞ് നോക്കിയാലും എന്തായാലും കിട്ടത്തില്ല. അതെ. പിന്നെ ഭയങ്കര ഒരു സബ്ജക്ട് ഫോണിലൊക്കെ കുറെ മണിക്കൂറുകളോളം സംസാരിക്കും. അതൊരു റീസൺ ആണ് ഈ പെടലിയുടെ പ്രശ്നം വരുമ്പം ഫോണിലൂടെ. അതുകൊണ്ട് അതാണ് അവരുടെ ആങ്സൈറ്റി ആണത്. അതൊക്കെയാണ് ആദ്യം കുറയ്ക്കേണ്ടത്. അപ്പൊ അതൊക്കെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ. അതിനാണ് പിന്നെ മറ്റേ നമ്മുടെ ഈ ഇതിന്റെയും കൂടെ നോക്കണം. അവർക്ക് പിന്നെ റെമഡീസ് ഏതെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അതെ, റെമഡീസ് നോക്കണം. ആ, അങ്ങനെയൊക്കെയാ വിളിച്ചിരിക്കുന്നത്. അതുപോലെ പറഞ്ഞാൽ ഒരു കേസും കൂടെ, ഈ നമുക്ക് പാലറ്റൽ ടോറി എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഈ മോണ തന്നെ വീങ്ങി അങ്ങനെ വരുന്നതിന്. അതിന് പ്രത്യേകിച്ച് സിംറ്റംസ് വേറെ പെയിനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഞാൻ തൽക്കാലം കാൽക്കേരിയ ഫ്ലൂർ കൊടുത്തു. ഭയങ്കര ബോണി ഹാർഡ്നെസ്സാ. സ്കാൻ ചെയ്തപ്പം വേറെ ബിനൈൻ തന്നെയാണ്, വേറെ മാലിഗ്നൻസി അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം കാൽക്കേരിയ ഫ്ലൂർ സ്റ്റോണി ഹാർഡ്നെസ് അത് വെച്ചിട്ട് കാൽക്കേരിയ ഫ്ലൂർ 6X വെറുതെ കൊടുത്തിരിക്കുന്നു കണ്ടിന്യൂസ് കഴിക്കാനായിട്ട്. വേറെ എന്തെങ്കിലും മെഡിസിൻ അവരൊക്കെ ഈ പറയുന്ന കണക്ക് സർവൈക്കൽ സ്പോണ്ടൈലൈറ്റിസ് ഉണ്ട്, കുറേ അലോപ്പതിയൊക്കെ മെഡിസിൻ കഴിച്ചതാണ്. അതും പെയിൻ ഇപ്പൊ മുതുകത്തൊക്കെ ഉണ്ട്. രാവിലെ അല്ല എപ്പം കിടന്നിട്ട് എണീറ്റാലും മുതുകിനകത്ത് എന്തോ ഒരു പെടലി ഭയങ്കര പ്രശ്നമായിട്ട് കുറച്ചു നേരം കുനിഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടേ പിന്നെ അങ്ങോട്ട് അവർക്ക് നടക്കാൻ പറ്റത്തുള്ളൂ. അതും പെടലിയായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യമുണ്ട്. അതൊക്കെ എക്സ്റേ ഒക്കെ എടുത്ത് അവർ എടുത്തതാണ്, നേരത്തെ അലോപ്പതിയിലൊക്കെ പോയതാണ്. എക്സ്റേയിൽ ഇത് തന്നെ സ്പോണ്ടൈലൈറ്റിസ് ആണ് അവർ എഴുതിയേക്കുന്നത്. പല്ലിന്റെ അതിനകത്ത് മോണയ്ക്കുള്ള ഇതിനകത്ത് ഹെക്ലാലാവ കൊടുക്കാം. ഹെക്ലാലാവ അല്ലേ? അത് പൊട്ടൻസി മാം. കാൽക്കേരിയ ഫ്ലോർ കണ്ടിന്യൂ ചെയ്തോളൂ, ഹെക്ലാലാവയും കൂടെ കൊടുത്തിരുന്നാൽ മതി. ഹെക്ലാലാവ പൊട്ടൻസി ചെയ്ത് കൊടുക്കാം. 3x സ്റ്റാർട്ട് ചെയ്യും, പിന്നെ എടുത്താൽ മതി. ബാംബൂസ് എന്നൊരു മെസ്സേജ് ആരോ ചാറ്റ് ബോക്സിൽ ഇട്ടി. എന്തുവാ? ബാംബൂസ മെഡിസിനെ കൊടുക്കാന്നായിരിക്കും. അതെ, ബംബൂസ നല്ല ആവശ്യം. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മിക്കവാറും റെപ്പർട്ടൈസ് ചെയ്യുമ്പോ അങ്ങനെ വരാറുണ്ടത്. അത് ഈ ബംബൂസ എന്ന് പറഞ്ഞത് ഏതിനാണ്? ഈ ടോറിക്കോ? പാലറ്റൽ ടോറിക്ക? ഡോക്ടർ പറഞ്ഞ കേസിന് ആരോ ഇട്ടതാണത്. ഓക്കെ. സ്പോണ്ടിലൈറ്റിസിന് കൊള്ളാന്നാ പറയുന്നത്. സ്പോണ്ടിലൈറ്റിസ് ബാംബൂസ. PCO ആരാണ്? PCO ബാംബൂസ. ഓക്കെ മാം. മറ്റേലും ഹെക്ലാലാവയാണുള്ളത്. ഹെക്ലാലാവ അല്ലേ? ഷീല ഡോക്ടർ അപ്പൊ ഇത് രണ്ടും നോക്കാം. ജയലളിത ഡോക്ടറാണ് ബാംബൂസയൊക്കെ പറയുന്നത് കേട്ടോ. ജയലളിത ഡോക്ടറാണേ. കുറച്ചുനാളായല്ലോ ഡോക്ടറെ കണ്ടിട്ട്. ഈ PCO M3 എന്നൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ അറിയത്തില്ല ആരോ. ജയലളിത സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിൽ കൊടുക്കായിരുന്നു. സൗണ്ടൊന്ന് കേക്കട്ടെ. PCO M3 എന്ന് കാണുന്നുണ്ടോ? നോക്കട്ടെ.
നോക്കട്ടെ കൊടുക്ക. ലാസ്റ്റ് കിടക്കുന്നത് കേട്ടോ, ലാസ്റ്റ്. കണ്ട് M4 5G അല്ലേ? അതെ. അതാണ്. ആ അഡ്മിറ്റ് ചെയ്തേ. ജയലളിത ഡോക്ടർ ഒന്ന് അഡ്മിറ്റ് ചെയ്തു. യെസ് മാം. അതെന്താ അങ്ങനെ പേര് വന്നേക്കണേ എനിക്കറിയില്ല. ഞാൻ ഇത്ര നാളും കേറാഞ്ഞുകൊണ്ടായിരിക്കും. ആയിരിക്കും, സ്ഥിരം കയറിയാണ്. PCO M4 5G എന്നാ കാണിക്കുന്നത്. അതെന്താന്ന് അറിയില്ല. എന്തായാലും ചെറിയൊരു ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ കയറാഞ്ഞത്. അല്ല, പോക്കോ എന്നാ കാണിക്കുന്നത്. ഫോണിന്റെ പേര് അത് പോക്കോ. ഫോണിന്റെ പേരാണത്. എന്താ അങ്ങനെ കിടക്കണത് പോക്കോ എനിക്കറിയില്ല. M4 5G എന്നാ കാണിക്കുന്നത്. സ്പോണ്ടൈലൈറ്റിസിന് ബാംബൂസ നല്ല മെഡിസിൻ ആണെന്ന് ഞാനൊരു ക്ലാസ്സിൽ കേട്ടതാണ്. ഞാൻ കൊടുത്തു നോക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് സ്പോണ്ടൈലൈറ്റിസിന്. അതുപോലെ തന്നെ ബാക്ക് ഏക്കിനും ഒക്കെ കൊടുത്തു നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ബാംബൂസ 30 ആണ് എനിക്ക് കിട്ടിയത്. മറ്റേ സെന്റ് ജോർജിന്റെ കമ്പനിയിൽ നിന്നാണ്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അത്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. ഞാൻ കാണാറുണ്ട്, പക്ഷെ എന്റെ ഇവിടെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ പിന്നെ അതങ്ങ് വിട്ടുപോയി. സെന്റ് ജോർജിൽ കിട്ടും. ഓക്കെ, ശരി. ഇനി അത് വാങ്ങിക്കാം. ബാംബൂസ താങ്ക് യു മാം. പല കേസും റെപ്പർട്ടൈസ് ചെയ്യുമ്പോ ബാംബൂസ വരാറുണ്ട്. പക്ഷെ ഇല്ല, ഇത് ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മളുടെ മറ്റേ നോസോഡ്സിന്റെ ബുക്ക് എഴുതിയ ഒരു ഡോക്ടർ ഗോരംഗ് ഗൈക്വാഡ് ഗോരംഗ്, ആ ഡോക്ടറിന്റെ ക്ലാസ്സിൽ കേട്ടതാണത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. നല്ല മെഡിസിനാ. ഓക്കെ. സർവൈക്കൽ സ്പോണ്ടോസിസും ബാക്കേക്കിനും ഒക്കെ അല്ലേ? അതെ. ബാംബൂസ വേറെ ഈ പ്ലാറ്റ്ഫോമിലും ബാംബൂസയെ കുറിച്ച് ആരോ പറഞ്ഞല്ലോ. മധുസൂദന പണിക്കർ സാറോ ആരോ പറഞ്ഞിട്ടുണ്ട്. മനോജ് കുമാർ ഡോക്ടറോ, ഇവർ രണ്ടിലാരാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. അത്രയും ഡോക്ടർ ഉണ്ടല്ലോ. ഭദ്രൻ ഡോക്ടറെ, ഷാജി ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അറിയാമോ ഡോക്ടറെ? ഷാജി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ഒന്നുകൂടെ ചെയ്ത്. ഷാജി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ഒന്ന് അൺമ്യൂട്ട് ആയിരുന്നല്ലോ. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ, ഇത് ഷാജിയാണ്. ഇന്ന് ഒരു കേസ് വൈകിട്ട് വന്നതാണ്. അപ്പൊ അവര് ഈ പെൽവി യൂറിട്രിക് ജംഗ്ഷനിൽ ഒരു ബ്ലോക്കാണ്. അവരൊരു കല്ലല്ല, അവര് സ്കാൻ ചെയ്തു, ഈ ഇതിന്റെ റീനോഗ്രാം ഒക്കെ ചെയ്തു. മെഡിക്കൽ കോളേജിൽ ഇന്ന് അവർ പോയിട്ട് അവരൊരു മരുന്നും കൊടുത്തില്ല. ഇത് വൈകിട്ട് വന്നതാണ്. അപ്പൊ കേസ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 വർഷമായിട്ട് വയറ്റിന് വേദനയാണ്. അത് LLBക്ക് ഇപ്പൊ കഴിഞ്ഞു ആ കൊച്ച്. അപ്പൊ അതിനു വേണ്ടി അവര് ആന്റാസിഡും അങ്ങനെയുള്ള കുറെ മരുന്ന് കഴിച്ച് പെട്ടെന്ന് ഒരു ഗ്യാസിന്റെ ആണെന്ന് പറഞ്ഞാൽ ഇരുന്നത്. പക്ഷെ ഇപ്പൊ 2 മാസമായിട്ട് ഫെബ്രുവരിയിൽ നോക്കിയപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ബ്ലോക്ക് കാണുന്നത്. അവര് IVP പൈലോഗ്രാഫ് നോക്കിയപ്പോൾ 20 മിനിറ്റ് ആകുമ്പോഴേ ലെഫ്റ്റ് കിഡ്നിയിൽ, റൈറ്റ് കിഡ്നി നോർമലാണ്, ലെഫ്റ്റ് കിഡ്നിയിലെ ആ ജംഗ്ഷനിൽ നിന്ന് ഡൈ താഴോട്ട് വരുന്നത് 20 മിനിറ്റ് ആകുമ്പോഴേ വരുന്നു. അപ്പൊ അവര് പറയുന്നത് ഇത് ഓപ്പറേഷൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ട് അവരൊരു മരുന്നും കൊടുത്തില്ല തൽക്കാലം. അവരിഞ്ഞു അന്നേരം നമ്മളൊരു പരിചയമുള്ളവർ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടയാണ്. അപ്പൊ ലക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല വേദനയാണ്, വയറ്റിന് വേദന വരും. പിന്നെ ആ കുട്ടിയുടെ നേച്ചർ നോക്കിയപ്പം ഈ കുട്ടിക്കാലത്തെ കയ്യിലും കാലിലും ഒക്കെ വിയർക്കുന്ന പ്രകൃതമാണ്. എപ്പോഴും ശരീരം നല്ല ഹോട്ടാണ്. പിന്നെ ഞാൻ ചോദിച്ചു ഓപ്പൺ എയർ അങ്ങനെയാണോ നല്ലതെന്ന് പറഞ്ഞാൽ അവർ പുറത്ത് പോയിരിക്കാനൊക്കെയാണ് ഇഷ്ടം, ആ രീതിയൊക്കെ പറഞ്ഞു.
പിന്നെ കിടക്കുമ്പോൾ തന്നെ അവിടെ ഒരു പ്രഷറൊക്കെ ഒരു വെയിറ്റ് എടുത്ത് വെച്ചിട്ട് കിടന്നാൽ ഒരാശ്വാസമുണ്ട് റൈറ്റ് സൈഡില്. ഇത്രേ പറഞ്ഞോളൂ. പക്ഷെ അവര് പെയിൻ ഉണ്ട്, ഇപ്പം ഭയങ്കര പെയിൻ, ഇടയ്ക്ക് വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജംഗ്ഷൻ പെൽവി യൂറിൻ ജംഗ്ഷനിലാണ് ആ ബ്ലോക്ക് കിടക്കുന്നത്. അപ്പൊ അത് സ്കാൻ ചെയ്തപ്പോൾ ഭയങ്കര ഡയലേഷൻ ഉണ്ട്. പിന്നെ പെൽവിസ് ഭയങ്കരമായിട്ട് ഡയലേറ്റ് ആണ്. ഇതുണ്ട്. അപ്പോഴേ ഡോക്ടർ അവര് അത് അത് നമ്മള് എന്താണ് ഗ്രോത്ത് എത്രയൊക്കെ വലുതാകുമ്പോഴത് നിർത്തിയിരുന്നാൽ അത് വീണ്ടും പ്രശ്നങ്ങളല്ലേ. സർജറി ചെയ്യുന്നതന്നെയല്ലേ ബെറ്റർ ഓപ്ഷൻ. അതെ, അവർ ഇപ്പോഴാണ് ഒരു 4 മാസമായിട്ടാണ് ഈ ഒരു സിംറ്റം കൂടുതലായിട്ട് അവർ കണ്ടുപിടിച്ചപ്പോൾ 2 മാസമേ ആയുള്ളൂ. പക്ഷെ 2 കിഡ്നി മാസം ഫംഗ്ഷനും കിഡ്നി ഫംഗ്ഷനും ക്രിയാറ്റിനും ഒക്കെ നോർമലാണ്. വേറെ ഒരു കുഴപ്പവും വന്നിട്ടില്ല. കിഡ്നിക്ക് അപ്പൊ അവര് കുഴപ്പമുണ്ടായിരുന്നില്ല. കിഡ്നിക്ക് കുഴപ്പമുണ്ടാകുന്നില്ല. അവിടെ ഒരു ബ്ലോക്ക് എന്തോ ഒരു ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ട്. അത് നമ്മള് ലെഫ്റ്റ് സൈഡില് ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ട്. നല്ല വീക്കമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മള് തൂജ വല്ലതും കൊടുത്തു തുടങ്ങാം എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും അത് എന്താണ് അതിന്റെ ഡയഗ്നോസിസ് പൂർണ്ണമായിട്ടും വന്നില്ല. എന്ത് ഗ്രോത്ത്, ഏത് ഗ്രോത്ത് അവര് പറയാൻ പറ്റുന്നില്ല. അവര് പറയുന്നത് കല്ലില്ല. അവര് ബയോഗ്രാം ബാക്കിയൊക്കെ നോക്കി. പിന്നെ കൊല്ലൂർ താലൂക്കിലെ യൂറോളജിസ്റ്റ് പിന്നെ മെഡിക്കൽ കോളേജ് റെഫർ ചെയ്ത് അവിടെ യൂറോഗ്രാം ഒക്കെ ചെയ്തു. അതിനുശേഷം അവർ ഒന്നും മരുന്നും എടുത്തില്ല. അവർ സർജറിയെ അവർക്ക് പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ പിന്നെ നമ്മൾ എക്സ്റേ വന്നപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ മാത്രം ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ കുറച്ച് ഡൈ താഴോട്ട് വരുന്നത്. 5, 10, 15 മിനിറ്റിലും ഇല്ല. പക്ഷെ അത് കുറച്ച് പോകുന്നുണ്ട്. അതെ, അപ്പോഴേ അതിനകത്ത് അവിടെ നല്ല ബ്ലോക്ക് അല്ലേ. 20 നല്ല മിനിറ്റ് ഒക്കെ ബ്ലോക്കാണ്. പക്ഷെ അവർ പറയുന്നത് ഇപ്പം വെള്ളമൊക്കെ കുറച്ച് കുടിക്കാവൂ, ഒരുപാട് കുടിക്കരുത്, ആഹാരം കുറച്ച് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർ വൊമിറ്റിംഗ് ഒരു പ്രാവശ്യം വന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ബ്ലോക്കാണ്. അല്ലെങ്കിൽ വല്ല സ്റ്റെല്ലറ്റ് പിന്നെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി തൽക്കാലം ടെമ്പററി ആയിട്ട് അത് ഇടേണ്ടി വരും. അത് ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൈയും കാലും നല്ല വിയർപ്പും ഇതാണ്. പിന്നെ ഒരു സിംറ്റം കൂടെ പറഞ്ഞത്, അവര് രാത്രിയിലൊക്കെ ഭയങ്കര ചൂടാണ്, ഉറങ്ങാൻ പാടാണ്. അതുകൊണ്ട് പുറത്തൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ പുറത്ത് കോരി ഒഴിക്കും. അത് കാരണം ചിലപ്പോൾ ജലദോഷവും വരും എന്ന് പറയും. അല്ല, അത് ഇപ്പോഴത്തെ ഈ ഹോട്ട് സീസൺ ആയപ്പോഴല്ലേ അത്. അല്ലാതെ തന്നെ അങ്ങനെയാണ്, പ്രകൃതമാണ്. പക്ഷെ ഇത് 3-4 വർഷമായിട്ടേ ഉള്ള അസുഖങ്ങളാണ്. പക്ഷെ ഇപ്പോഴാണ് അവര് നോക്കിയപ്പോഴാണ് ഈ ഒരു ബ്ലോക്ക് ആണെന്ന് കണ്ടത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും തൽക്കാലം സിംറ്റമാറ്റിക് എന്തെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ്. അതന്നെ ഡോക്ടർ എന്തായാലും സ്വെല്ലിങ് ആയിട്ട് പറയുന്നുണ്ട്. ലെഫ്റ്റ് സൈഡും ആണ്. തൂജ കൊടുക്കാം. തൂജയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. ഇവിടെ ചാറ്റ് ബോക്സിൽ പ്ലംബമെറ്റ് ട്രൈ പ്രശോഭന ഡോക്ടർ എഴുതിയിരിക്കുന്ന പ്ലംബമെറ്റ് കൊടുക്കാം, ട്രൈ ചെയ്ത് നോക്കാൻ. ഡോക്ടർ ഇന്ന് ഞാൻ ഒന്നും ഞാൻ കൊടുത്തു. പിന്നെ ഈ പൾസാരിലയുടെ ഒരു സിംറ്റം പോലെ തോന്നുന്നു. അവരിങ്ങനെ ഓപ്പൺ എയറും ബാക്കി ഇതും പിന്നെ കോൾഡ് അമിലറേഷനും അങ്ങനെയുള്ളതൊക്കെ കുറെ മൊഡാലിറ്റി ഒക്കെ വന്നപ്പം അതും വരുന്നുണ്ട്. പീരീഡ്സ് നോർമലാണ്, അതൊക്കെ കറക്റ്റ് ആണ്. ഡോക്ടർ സ്കാൻ ചെയ്തപ്പോ അവർ എന്ത് ഇംപ്രഷൻ എഴുതിയേക്കുന്ന ഡയഗ്നോസിസ്? അത് അവര് ഡോക്ടർ മ്യൂട്ട് ആയിപ്പോയി. ഡോക്ടറെ ഷാജി ഡോക്ടർ മ്യൂട്ട് ആയിപ്പോയി. അൺമ്യൂട്ട് ചെയ്യാമോ? ഇനി ഒന്നുകൂടെ അൺമ്യൂട്ട് ഓപ്ഷൻ ഇടേണ്ടി വരും, അറിയാമോ ഡോക്ടറെ? കാരണം അവര് കോഹോസ്റ്റ് ആക്കിയിട്ടില്ലല്ലോ. ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തേരെ. സംസാരിക്കും. പ്ലംബമെറ്റാണ് ഞാൻ നമ്മൾ കൊടുത്തത്, ഒരെണ്ണമാണ് കൊടുത്തത്. പിന്നെ ഈ ചൂട് കൊടുക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. വയറ്റില് എപ്പോഴും ഒരു ചൂട് ബാഗ് വെക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഈ എല്ലാം കോൺട്രവേഴ്സി ആയിട്ട് വരുന്നുണ്ട്. മാഗ്ഫോസിന്റെ ആ ലെവലും ഒക്കെ വരുന്നുണ്ട്. മാഡം തൂജ ആണ് പറഞ്ഞിരിക്കുന്നത്. തൂജ എന്ന് കൊടുത്താലേ പിന്നെ ഒരിക്കലും ഒരു ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്നോണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ. ഡോക്ടർ എന്തോ പറയുന്നുണ്ടോ?
ഈ നമുക്കൊരു ക്ലാസ്സിൽ യൂറിറ്റർ ഡയലേറ്റ് ചെയ്യാനായിട്ട് അമ്മി വിസാഖ നല്ലതെന്ന് ഒരിക്കൽ അതല്ല, പറഞ്ഞു. അതുകൊണ്ട് സ്റ്റോൺ അതല്ല. വന്ന് അങ്ങനെ സ്റ്റോൺ ഒരിക്കൽ വന്ന് ഇതാകുമ്പോഴത്തേക്ക് അമ്നിയോസ്റ്റാഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡയലറ്റേഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസ് ഉള്ള നോക്കിയിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഏത് പൊട്ടൻസി അത് ടിഞ്ചർ. ഡോക്ടർ അതുകൂടെ ഒന്ന് നോക്ക്. പ്ലംബർ അത് മറ്റേ അടുത്ത നോക്കാം. പൊട്ടൻസി കൂടെ നോക്കാം. അതെ, നമ്മൾ സ്റ്റോണിന്റെ ഒരു സിംറ്റം ഒന്നും കാണിക്കുന്നുമില്ല. അതാണ് ഇപ്പം അതാണ് എന്തോ അവിടെ ഒരു കാര്യമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടല്ലോ. ചിലപ്പോ ബ്ലോക്ക് ഗ്രോത്ത് ഉണ്ട്. ആവാം, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഡയലേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന അല്ല യൂറിറ്ററിനെ. ഡോക്ടർ, ഈ പറഞ്ഞ പോലെ അതിന്റെ ഇംപ്രഷൻ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? എന്താന്നാ പറഞ്ഞത്? റിപ്പോർട്ടിൽ എന്തുവായാലും അവരൊരു ഇംപ്രഷൻ എഴുതും അത് എന്താണ് ഡയഗ്നോസിസ് എന്ന്. അപ്പൊ അതെന്താണ് എഴുതിയേക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. സ്ട്രിക്ചർ ഓഫ് PUV എന്നാണ്. പൈലോറിക് ജംഗ്ഷനിലാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ ചുരുങ്ങുന്ന ഒരു പ്രശ്നമാണ്. സ്ട്രക്ചർ ആണ്. അവര് പറയുന്നത് കൺജനിറ്റൽ ആണോ എന്നൊരു സംശയം അവര് പറയുന്നുണ്ട്. അവരിങ്ങനെ സ്ട്രക്ചർ യൂറിത്രയ്ക്ക് ഏറ്റവും നല്ലത് തോന്നിയാ. അതെ അപ്പം അതിനിപ്പോ അതൊരു പത്തോളജിക്കൽ കണ്ടീഷൻ അല്ലേ. അപ്പൊ മാഡം പറയുന്ന കണക്ക് ചില്ലി കോട്ട അത് ഇപ്പൊ തൽക്കാലം നോക്കണ്ട. മാഡം പറയുന്ന കണക്ക് അത് കൊടുത്തു നോക്ക്. അതുപോലെ തിയോസിനാമിനം വരുമോ മാഡം? തിയോസിനാമിനം അത് ബ്ലോക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ തിക്നെസ് വരുന്ന കഴിയുമ്പോഴേ. തന്നെയാണ് ഇത്. അമ്നി വിസ്നാഗയും തൂജയും കൊടുത്തു നോക്ക് ഷാജി ഡോക്ടർ. മാഡം വേറെ ഇപ്പൊ പറയാൻ ഓർക്കുന്നില്ല. വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്തിട്ട്. തൂജ ഹൈപ്പോട്ടൻസി ആണോ മാഡം ഉദ്ദേശിക്കുന്നത്? അതെ, 1 എങ്കിലും കൊടുക്കണം. 1 10 ഒക്കെ നോക്കണം. അത് അത്ര ഈ വെയിറ്റ് ചെയ്യേണ്ട ഒരു കേസ് അല്ല. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാം. അത് വലിയ ഇതല്ല. ഇതിപ്പോ എത്ര വർഷങ്ങളായിട്ട് തുടങ്ങിയതല്ലേ. അങ്ങനെ അതെ, ഇന്ന് അവര് മെഡിക്കോളയിൽ നിന്ന് ജസ്റ്റ് വരുന്ന വഴിക്ക് കയറിയിട്ട് അവര് അഞ്ചൽ കൊണ്ടാക്കുകയും ചെയ്തു ഞാൻ. അപ്പൊ അവര് ഇന്നിപ്പോ പ്ലംബമെറ്റ് ഞാൻ ഒറ്റ ഡോസ് ഇപ്പൊ കൊടുത്തു. എന്നിട്ട് എന്റെ മനസ്സിൽ പൾസാല മാക്ഫോസ് ഇത് ചൂട് കൊടുക്കുമ്പോൾ ഒരു ആശ്വാസം വരുമല്ലോ എന്നുള്ള രീതിയിൽ അത് പൊട്ടൻസിയ എന്റെ ഉള്ളൂ, സക്സസ് ഇല്ലായിരുന്നു. ഡോക്ടർ ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒരുപാട് നാളായി സംസാരം കേട്ടു. ഭദ്രൻ ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഹരിഹരൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത് കൊടുക്കാം. അതിനു മുമ്പ് ഭദ്രൻ ഡോക്ടർ ഒന്ന് വന്നായിരുന്നു. ആണോ? എനിക്ക് ഒരു ചെറിയൊരു കാര്യം ചോദിക്കാനുണ്ട്. നാഗലക്ഷ്മി ഡോക്ടർ അവസാനം പറഞ്ഞ സൈക്കോട്ടിക് കഴിഞ്ഞിട്ട് പറഞ്ഞ മെഡിസിൻ ആയിരുന്നുള്ളത് കേട്ടില്ല. സൈക്കോട്ടിക് ഏതാ? ആണോ? സ്വീക്കാലിസ് എന്ന് വേണേൽ പറയാം, ഫീസാലിസ് എന്ന് വേണേൽ പറയാം. ഇതിന്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ തന്നെ ഫീക്കലുമായിട്ട് ബന്ധമുള്ളതാണോ? അതെ. അല്ല, ഇതല്ലേ ബാക്ടീരിയ, ബവലല്ലേ എല്ലാം അതിനകത്ത്. ഫീക്കാലിസ്. ഹലോ 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 ഹലോ. ഈ മുമ്പേ പറഞ്ഞ കേസിന് കൊടുക്കേണ്ട മരുന്ന് പെട്രോസിലിനം. പെട്രോസിലിനം വായിച്ചു നോക്കാം. സ്ട്രിക്ചറിന് എപ്പോഴും നല്ലത് പെട്രോസിലിനം. പൈൽസ് വിത്ത് മച്ച് ഇച്ചിങ് അല്ലേ സാർ? പൈൽസ് വിത്ത് മച്ച് ഇച്ചിങ് എന്നല്ലേ അതിനകത്തുള്ള ഒരു സിംറ്റം? പെട്രോസിലിനം സ്ട്രിക്ചർ യൂറിത്ര യൂറിറ്റർ ഇതിനെല്ലാം ബെസ്റ്റ് പെട്രോസിലിനമാണ്. അത് വായിച്ചു നോക്കുകയാണെങ്കിൽ അറിയാലോ. ബോറിക്കെടുത്ത് വായിച്ചു നോക്കുക. ഇച്ചിങ് ഒക്കെ കാണുമല്ലോ അതിന്. പക്ഷെ ഇതിന് അങ്ങനെയുള്ള ഒരു സിംറ്റം കാണുന്നില്ല. എന്തായാലും നോക്കാം. ഇച്ചിങ്ങോ? ഇച്ചിങ് ഒന്നും ഇല്ല. ഏതിന്റെ കാര്യം പറയുന്ന? ആ കുട്ടിയുടെ യൂറിന്റെ കിഡ്നിയിലുള്ള ആ സ്ട്രിക്ചർ യൂറിത്ര എന്നല്ലേ അവരെന്താ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്? ഇംപ്രഷൻ പെൽവി യൂറിട്രിക് ജംഗ്ഷനിലുള്ള സ്ട്രക്ചർ ആണ്. സാറേ ഞാൻ വായിക്കട്ടെ. പിന്നെ പെട്രോസിലിനത്തിന്റെ urinary complaintsലാണെങ്കിൽ urinary symptoms gives a keynote of this remedy. Piles with a severe itching. urinary symptom വായിക്കാനാണ് burning, tingling from perineum,
extending throughout the urethra, sudden urging to maturate, frequent voluptuous tickling in the fossa navicularis, gonorrhea, sudden irresistible desire to maturate, intense biting, itching deep in the urethra, milky discharge. ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സ്ട്രിക്ചറിന്റെ കാര്യം ഇപ്പൊ ഇതിൽ പറയുന്നില്ല, കാണുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇത് യൂറിത്രയിലാണ് പറയുന്നത്, ഇതങ്ങ് യൂറിട്രലാണ്, അതങ്ങ് ആണ് ഇത് വരുന്നത് ഒരു പ്രശ്നം. എന്തായാലും നമ്മുടെ സമയം. മാഡം അമ്നി വിസ്നാഗ ബോർക്കിലുണ്ടോ? അമ്നി വിസ്നാഗ ബോർക്കിലില്ല. ഇല്ല, ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വായിക്കായിരുന്നു. അമ്നി വിസ്നാഗ ബോർക്കിൽ കണ്ടിട്ടില്ല. വലിയ ടീച്ചറുകളുടെ ബുക്കിനകത്ത് എന്തായാലും ഡോക്ടർ ഈ പറഞ്ഞ എല്ലാ മെഡിസിനിലും ഒന്നും കൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ട് ഉചിതമായത് കൊടുക്കും. അതെ അതെ അതെ, ശരി ശരി. സ്ട്രിക്ചറിന്റെ മെഡിസിൻസ് ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു ഇവിടെ, പക്ഷെ ഇപ്പൊ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല, അതൊന്നും നോക്കാം. സ്ട്രിക്ചർ യൂറിത്രയുടെ മെഡിസിൻ അതിലൊന്ന് സൂച തന്നെയാണ്, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബാക്കിയുള്ള മെഡിസിൻസ് നമുക്ക് നോക്കാം. ശരി. എന്നിട്ട് എന്ത് ചെയ്തെന്ന് അടുത്ത ഒരു ക്ലാസ്സിൽ നമ്മളോട് പറയുകയും വേണം, റിസൾട്ട് കിട്ടിയോ. ഓക്കെ. ശൈല ഡോക്ടർ 28 മനോജ് ഡോക്ടർ ഇല്ലല്ലോ കൃത്യസമയം മെസ്സേജ് വന്നേനെ. എന്തോ എന്താണ് മറിയാമ്മ ഡോക്ടർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്നാണോ? അല്ല, ഇനി അറിയില്ല, ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? ഇനി ആരുമില്ല, എല്ലാരും ചോദിച്ചു കഴിഞ്ഞു. ചോദിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് സമയമായല്ലോ. എന്തായാലും എന്റെ ബബൽ നോസോട്സ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? അറിയാവുന്ന തീർച്ചയായിട്ടും. കാരണം ബവൽനോസോട് നേരത്തെ ആരും അങ്ങനെ എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും വേറെ ആരും എടുത്തിട്ടില്ലേ? ദേവൻ ഡോക്ടറുടെ സിസ്റ്റർ എടുത്തിട്ടുണ്ട്, പക്ഷെ കുറെ നാളായി, ഒരുപാട് നാള് മുമ്പ്. അങ്ങനെ അധികം ഇപ്പൊ അതൊക്കെ മറന്നുപോയി, കാരണം കുറച്ചു കാലം മുമ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്തോണ്ടിരുന്നാലേ നമ്മളൊക്കെ നന്നാവും. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പെട്ടെന്ന് എന്റെ പുസ്തകം അവിടെ കണ്ടു, ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നു. എന്നാ പിന്നെ നോക്കാം. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വേണമല്ലോ നമ്മളിവിടെ പറയാൻ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് പറയണ്ടേ. അപ്പൊ ഇടയ്ക്കൊക്കെ ഇത് ചെയ്യും. മറ്റേ ഈ മൊട്ടാബിൾസ് ആണ് ഞാൻ തുടക്കം ഇട്ടത്. അത് മറ്റേ പട്ടേൽ സാറ് പറഞ്ഞു തന്നതിൽ വെച്ചിട്ട് പിന്നെ ബുക്ക് നോക്കി പഠിച്ചാൽ ബാക്കിയൊക്കെ ഉള്ളത് സ്കിൻ ഡിസീസസിന്റെ വൈദ്യര് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മാഡത്തിന്റെ ബവൽ നോസോട് ക്ലാസ് 5 ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. പിന്നെ എന്തായാലും നമുക്ക് ഇത് കുറച്ചുകൂടെ, പക്ഷെ എല്ലാത്തിലും ഈ ഗ്യാസ്ട്രിക് കംപ്ലൈന്റ്സ് ആണ് കൂടുതലുള്ളത്. നമുക്ക് ഈ ഗ്യാസ് നമ്മളെപ്പോഴും ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസുമായിട്ട് വരുന്ന കേസസിലൊക്കെ ഇതിൽ നോക്കിയിട്ട് ആ സിംറ്റം അനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാലേ IBS-ലൊക്കെ നല്ല ആക്ഷൻ കിട്ടും കേട്ടോ. നമുക്ക് അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ട് പറയുന്ന ഒരു കണ്ടീഷൻ അല്ലേ IBS. ഈ IBS ഇരുന്നിരുന്ന് വല്ല റെക്ടൽ ക്യാൻസർ അങ്ങനെയൊക്കെ ആയി മാറാനുള്ള സാധ്യതയുണ്ടോ? അത് മറ്റേ അൾസറേറ്റീവ് കൊളൈറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവാനുള്ളൊരു ഈക്കോളയിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ഈക്കോളയോ? ഈക്കോളെ അത് എന്റെ മോന്റെ കൂടെ മെഡിസിൻ പഠിച്ച ഒരു കുട്ടി, അതിന് വയറുവേദനയായിരുന്നു. അവസാനം ഇത് കൾച്ചറൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേനെ ക്ലബ്സീലയാണ്. പിന്നെ 10,000-കണക്കിന് ഇത് വന്നു. കുറേ മരുന്നെല്ലാം കഴിച്ചിട്ട് അവര് ഡ്രഗ് റെസിസ്റ്റൻസ് ആയിപ്പോയി. ഒരുപാട് മരുന്ന് അവർക്ക് ഒന്നും കൊടുക്കാനില്ലാത്തൊരവസ്ഥയായിപ്പോയി. അപ്പൊ അത് PG അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പൊ ഒരു കല്യാണത്തിന് ഇവിടെ വന്നപ്പം അതിങ്ങനെ വയറുവേദനയായിട്ട് നിൽക്കുന്ന കണക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്. ഇപ്പൊ ക്ലെപ്സീലിയാന്ന് പറഞ്ഞു. ഇതിന് മരുന്ന് കൊടുത്തു, ഇനി മരുന്നൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, എല്ലാ മരുന്നും റെസിസ്റ്റൻസ് ആയിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് മരുന്ന് വേണമെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അയച്ചു കൊടുത്തത്. കുമ്പളങ്ങിയിൽ ആ ഭാഗത്തുള്ളതാണ്.
പക്ഷെ അത് ഈക്വളെ പിന്നെ ഞാൻ കാന്താരിസും കൂടെ കൊടുത്തായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു ഇതുപോലും കൾച്ചറില്ലാതെ അസുഖമൊക്കെ കംപ്ലീറ്റ് മാറി. ഇപ്പൊ ഒരു വർഷം കൂടുതലായി. ഇപ്പം പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല എന്നുള്ള. ഡോക്ടർ ഏത് പൊട്ടൻസിയാ കൊടുത്തേ? 30. അത് അവര് മറ്റു മരുന്ന് എല്ലാം റെസിസ്റ്റൻസ് ആയി. അത് ഓരോ പ്രാവശ്യം പിന്നെ 2000 രൂപയുടെ ഇഞ്ചക്ഷൻ എങ്ങാണ്ട് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് നമുക്ക് അവര് അലോപ്പതി ഡോക്ടർ ആണല്ലോ, അപ്പൊ അവർക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. അത് നല്ല റിസൾട്ട്. അത് പിന്നെ അവര് മരുന്ന് മേടിച്ചില്ല. ഞാൻ പിന്നെ രണ്ടാമത് കുറച്ചും കൂടെ കഴിക്ക് എന്നും പറഞ്ഞ് കൊടുത്തു വിടുകയും ചെയ്തു. പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ 10:32. നോക്കാം. വിട തരൂ. ഡോക്ടർക്ക് സമയം പോയി, നേരത്തെ കിടക്കുന്ന ആളാണ്. ഇല്ല, അങ്ങനൊന്നും ഇല്ല, 10:30 കഴിയുമല്ലോ. ആണോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് കാര്യം ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് വന്നതെങ്കിലും വളരെ വിജയകരമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നടന്നത്. ഈ ക്ലാസ്സിൽ നമുക്ക് ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയാൻ ശൈല ഡോക്ടറെ തന്നെ ക്ഷണിക്കുകയാണ്. ഓക്കെ, നന്ദി മറിയാമ്മ ഡോക്ടറെ. ഭാഗ്യലക്ഷ്മി മാഡം നോസോളിന്റെ ക്ലാസ് വളരെ നല്ല രീതിയിൽ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു. നമുക്ക് ഇതെല്ലാം ഇപ്പൊ കേട്ടതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന കേസുകളിൽ നമുക്ക് ഇതെല്ലാം പ്രയോഗിക്കാൻ നമുക്ക് ഓർമ്മ കാണും. അതുപോലെ തന്നെ മാഡത്തിനോട് രാധാകൃഷ്ണൻ ഡോക്ടറുടെ ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് കിട്ടിയ അറിവുകളൂടെ നമുക്ക് ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ഇനിയും വരണം എന്നുള്ളൊരു അപേക്ഷയുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത ഭാഗ്യലക്ഷ്മി മാഡത്തിന് IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും ഇന്നത്തെ ക്ലാസ് വിജയകരമാക്കിയ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ചർച്ചയിലും സംശയവും പങ്കെടുക്കുകയും അറിവുകൾ പങ്കെടുത്തറിയുകയും ചെയ്ത എല്ലാ ഡോക്ടർമാർക്കും കൂടി നന്ദി പറയുന്നു. എന്തായാലും ഇന്നത്തെ നമ്മളുടെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. എല്ലാവർക്കും എന്റെ നന്ദിയും ഒരിക്കൽ കൂടി, എന്നെ ഇത്രയും കേട്ടിരുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇനിയും വരണം ഡോക്ടറെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം, സംശയം ചോദിക്കാം. വരാം. IFPH നമ്മുടെ എന്താ പറയാ, നമ്മളെല്ലാം അല്ലേ. അപ്പൊ പിന്നെ അതെ, നമ്മളെല്ലാം സ്വന്തം അല്ലേ, നമ്മളെല്ലാം അല്ലേ അതിന്റെ പറഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുന്നത്. എപ്പോഴും സെലിബ്രിറ്റിയെ മാത്രം തന്നാ പോരല്ലോ അല്ലേ. ഹനേഷ് ഡോക്ടർ ഇല്ലേ? ഹനേഷ് ഡോക്ടർ വിളിക്ക്.